ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ദ ഗോഡസ് ഓഫ് റിവെഞ്ച് ബൈ ലളിതാംബിക അന്തർജനത്തിൻ്റെ പ്രതികാര ദേവത എന്ന് പറയുന്ന ഒരു ചെറുകഥയാണ്. അപ്പോൾ ലളിതാംബിക അന്തർജനത്തെ പറ്റി പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. എന്താണ് അന്നത്തെ കാലത്തെ ബ്രാഹ്മണ സമുദായത്തിൽ നിന്ന് വന്നിട്ട് ഒരുപാട് ബ്രാഹ്മണ സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ പ്രതികരിച്ച തൻ്റെ തൂലികയിലൂടെ പ്രതികരിച്ച ഒരു സ്ത്രീയാണ് ലളിതാംബിക അന്തർജനം. ലളിതാംബിക അന്തർജനം എന്ന് പറഞ്ഞാൽ എവിടെയാണ് ജനിച്ചത്? കൊല്ലം ജില്ലയിലെ പുനലൂരിലാണ് ജനിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ അനാചാരങ്ങളുള്ള ഒരു വിഭാഗമാണ് ബ്രാഹ്മണ സമുദായം എന്ന് പറയുന്നത്. നമ്മൾ കേട്ടാൽ പോലും ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള ഒരുപാട് തരത്തിലുള്ള അനാചാരങ്ങൾ നിലനിന്നിരുന്ന ഒരു വിഭാഗമാണ്. മറ്റുള്ള സ്ത്രീകൾ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ അതെല്ലാവർക്കും പുറമേ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പക്ഷേ ബ്രാഹ്മണ സമുദായത്തിൽ എന്ന് പറഞ്ഞാൽ അവരുടേതായിട്ടുള്ള ഒരു ലോകത്ത് ആ തറവാടിൻ്റെ അകത്തളങ്ങളിൽ ഒരുപാട് നീറിയെരിഞ്ഞ സ്ത്രീകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കെതിരെ അവർക്ക് വേണ്ടിയിട്ട് പ്രതികരിച്ച ഒരാളാണ് ലളിതാംബിക അന്തർജനം. ഇതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ലളിതാംബിക അന്തർജനത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ പ്രതികാര ദേവത, കുറ്റസമ്മതം എന്ന 2 കൃതികളാണ് ഒരു നാഴികക്കല്ലെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ലളിതാംബിക അന്തർജനത്തിൻ്റെ വർക്കുകൾ. അപ്പോൾ ബ്രാഹ്മണ സമുദായത്തിലെ റിച്വൽസിനെതിരെയും അന്ധവിശ്വാസങ്ങൾക്കെതിരെയൊക്കെ പ്രതികരിച്ച ഒരു സ്ത്രീയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പാഠത്തിലേക്ക് പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പെൺകുട്ടിയുടെ റിയൽ സ്റ്റോറിയാണ്, ഒരു സ്ത്രീയുടെ റിയൽ സ്റ്റോറിയാണ്. കേരളത്തെ മുഴുവൻ ഞെട്ടിച്ച അല്ലെങ്കിൽ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച ഒരു സംഭവത്തെ ആസ്പദമാക്കിയിട്ടാണ് ലളിതാംബിക അന്തർജനം ഇത് എഴുതുന്നത്. ബ്രാഹ്മണ സമുദായത്തിലെ തന്നെ ഒരു സ്ത്രീയായിരുന്നു, ഒരു പെൺകുട്ടിയായിരുന്നു. കൊച്ചിയിലെ ഒരു തറവാട്ടിലെ ബ്രാഹ്മണ സമുദായത്തിൽ വളർന്ന കുറിയേടത്ത് ധാത്രി എന്ന് പറയുന്ന, അന്നത്തെ കാലത്ത് പെൺകുട്ടികൾ, ബ്രാഹ്മണ സമുദായത്തിലെ പെൺകുട്ടികൾ ഈ കുറിയേടത്ത് ധാത്രി എന്ന് കേട്ടാൽ ചെവി പൊത്തണം എന്നായിരുന്നു അവരുടെ മുതിർന്നവർ അവർക്ക് കൊടുത്തിരുന്ന നിർദ്ദേശം. അത്രയ്ക്ക് വിവാദമായിട്ടുള്ള ഒരു സംഭവ കഥയെ ആസ്പദമാക്കിയാണ് പ്രതികാര ദേവത എന്ന് പറയുന്ന ചെറുകഥ എഴുതിയത്. ഞാൻ പെട്ടെന്ന് തന്നെ ചുരുക്കി ഇതിൻ്റെ കഥയൊന്ന് വിശദമാക്കാം. അപ്പോൾ കൊച്ചിയിലെ ഒരു തറവാട്ടിലാണ് നമ്മുടെ കുറിയേടത്ത് ധാത്രി ജനിച്ചത്. ഒരു ബ്രാഹ്മണ സ്ത്രീ ആയിരുന്നു. അവർ പിന്നീട് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് മാറുകയാണ് ചെയ്തത്. ബ്രാഹ്മണ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ക്രിട്ടിസൈസ് ചെയ്ത ഒരു കഥയാണ്, റിയൽ സ്റ്റോറിയാണ് ഈ കുറിയേടത്ത് ധാത്രിയുടേത്. ബ്രാഹ്മണ സ്ത്രീകളുടെ പ്രശ്നങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലളിതാംബിക അന്തർജനം ഈ കഥ എഴുതാൻ വേണ്ടിയിട്ടിരിക്കുന്ന സമയത്ത് മുറിയൊക്കെ ലോക്ക് ചെയ്തിട്ടാണ് രാത്രി എല്ലാ കൊച്ചുങ്ങളും ഉറങ്ങിക്കഴിഞ്ഞിട്ടൊക്കെയാണ് ഇത് എഴുതാനിരിക്കുന്നത്. അപ്പോഴത്തേക്കും ഇവൾക്ക് തോന്നുകയാണ് ഒരു സ്ത്രീ ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് ഒരു കഥ പറയുന്നത് പോലെ തോന്നുകയാണ്. അങ്ങനെയാണ് ഈ കഥ ഇവർ എഴുതുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഈ കുറിയേടത്ത് ധാത്രിയുടെ കേസ് കോടതിയിൽ ഒരുപാട് വിചാരണകൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിൻ്റെ മെയിനായിട്ടുള്ള റിയൽ സ്റ്റോറിയിൽ നിന്ന് തന്നെ പോവാം. കോടതിയിൽ വിചാരണ നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇവളുടെ അടുത്തേക്ക് വന്ന ക്ലയൻസ് ഉണ്ടല്ലോ, അവരുടെ പേരുകൾ മുതിർന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രമുഖരായിട്ടുള്ള ഒരുപാട് പേരുടെ പേരുകൾ ഇവൾ പറയുകയും ലാസ്റ്റ് നമ്മുടെ ആ രാജാവിൻ്റെ പേര് തന്നെ പറയും എന്നുള്ള ഗതി ആയപ്പോഴേക്കാണ് വിചാരണ നിർത്തിവെക്കാനായിട്ട് ഉത്തരവിടുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ആ ഒരു ഇത്. അപ്പോൾ ഈ കുറിയേടത്ത് ധാത്രിയുടെ റിയൽ ആയിട്ടുള്ള നെയിം സാവിത്രി എന്നാണ്, സാവിത്രി അന്തർജനം എന്നാണ്. ഇവരുടെ ഭർത്താവ് ഒരു അധികം ഏജൊന്നും അല്ലാത്ത, അല്ലെങ്കിൽ അധികം പരസ്ത്രീകളുമായിട്ട് അല്ലെങ്കിൽ 2-3 വിവാഹമൊന്നും ഉണ്ടായിരുന്ന ആളല്ല. കാരണം ഇത് പറയാനെന്ന് വെച്ചാൽ ബ്രാഹ്മണ സ്ത്രീകളിൽ ഭൂരിപക്ഷവും അന്നത്തെ കാലത്ത് കെട്ടിയിരുന്നത് 2-3 ഭാര്യമാരുള്ളവർ, അല്ലെങ്കിൽ മുതിർന്ന തന്നേക്കാൾ 10, 30, 40 വയസ്സൊക്കെ കൂടിയ പെൺകുട്ടികൾ, മുതിർന്നവരെയാണ് അല്ലെങ്കിൽ വയസ്സന്മാരെയാണ് കെട്ടിയിരുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുമ്പോഴത്തേക്കും ഇവിടെ സാവിത്രി കെട്ടിയിരുന്നതെന്ന് പറഞ്ഞാൽ അധികം ഏജ്
ഒന്നും ഇല്ലാത്ത, ഇവളെയും കാട്ടി 2-3 വയസ്സിന് മൂത്ത, അധികം ആർക്കും കിട്ടാത്തൊരു ഭാഗ്യം കിട്ടിയെന്ന് വേണം പറയാം. അതുപോലെ തന്നെ എന്താണ് അത് വേറെ 2-3 വിവാഹമൊന്നും ഉണ്ടായിരുന്നില്ല, മറ്റു ഭാര്യമാരൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇവളുടെ ഹസ്ബൻഡിന് വേണ്ടി ഇവളെ കൊണ്ടാവുന്നത് ചെയ്തു കൊടുക്കുമായിരുന്നു, വീട്ടുകാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമായിരുന്നു. പക്ഷേ ഇയാൾക്ക് എന്താണ് ഇവളോട് ഒരു താല്പര്യവും ഇല്ലായിരുന്നു. ഇയാളെന്താണ് ലാസ്റ്റ് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇവൾ ഒരുപാട് ചോദ്യങ്ങൾ ഇയാളോട് ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ സാവിത്രി വളരെ എന്താണ് സങ്കടവും ദേഷ്യവും എല്ലാം കൂടി വന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇയാൾ പറയുകയാണ്, എന്താണ് നീ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് കാണിക്ക്, അല്ലെങ്കിൽ വാ, അപ്പോൾ നിന്നെ ഞാൻ സ്വീകരിക്കാമെന്ന് ഇയാൾ പറയുകയാണ്. ഇതാണ് ഇവളെ പ്രോസ്റ്റിറ്റ്യൂട്ട് ആകാനായിട്ട് ഇവളെ മാറ്റിയ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് ഇവളെ കൊച്ചുനാളിൽ ഇവൾ വളർന്നു വന്ന സമയത്തൊക്കെ ഇവളുടെ മുത്തശ്ശിമാരും ഇവളുടെ എല്ലാ ബന്ധുക്കളും എന്താണ് റിലേറ്റീവ്സൊക്കെ പറയായിരുന്നു കൊച്ചുങ്ങളോടൊക്കെ, സാവിത്രിയെ കണ്ടുപഠിക്ക്, അവൾ എത്രത്തോളം നല്ല കുട്ടിയാണ്, അവളുടെ പെരുമാറ്റം നോക്കുന്നൊക്കെ ഇവരോട് പറയുന്നത്. പക്ഷേ ഇവളൊരു പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് ഇയാളെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന സമയത്ത് എന്താണ് ഇവളുടെ പേര് പോലും അവിടെ ഉച്ചരിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് മാറുകയാണ് ചെയ്തത്. പിന്നീട് എന്താണ് ഇവളുടെ അടുത്തേക്ക് വരുന്ന ക്ലയൻസിനോടെല്ലാം ഇവൾ പറയുന്നുണ്ട്, ഞാൻ മാരീഡ് ആയിട്ടുള്ള ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അറ്റ് ലാസ്റ്റ് ഇവളുടെ അടുത്തേക്ക് ഇവളുടെ ഹസ്ബൻഡ് തന്നെ അറിയാതെ ഒരു ദിവസം വരികയാണ്. ഇയാളുടെ ഭാര്യയാണെന്ന് അറിയാതെ ഒരു ദിവസം ഇവളുടെ ഹസ്ബൻഡ് തന്നെ ഇവളെ സമീപിക്കുകയാണ് ക്ലയൻ്റായിട്ടുള്ള രീതിയിൽ. അപ്പോഴത്തേക്കും ഇയാൾ പറയുകയാണ്, നിന്നെപ്പോലൊരു ബുദ്ധിമതിയും അല്ലെങ്കിൽ നിന്നെപ്പോലെ ഇത്രയും സൗന്ദര്യമുള്ള ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണ് എനിക്ക് ആവശ്യം, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പെൺകുട്ടിയാണ് എനിക്ക് ആവശ്യമെന്ന് ഈ ഭർത്താവ് പറയുകയാണ്. പക്ഷേ അയാൾ അറിയുന്നില്ല ഇത് സ്വന്തം ഭാര്യയാണെന്ന്. അതിനുശേഷം എന്താണ് അപ്പോൾ ഈ ഭാര്യ പറയുകയാണ്, എന്നെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴെന്താണ് ഇയാൾ വളരെ ഷോക്കായിട്ട് ഇവളുടെ മുഖത്തേക്ക് നോക്കുകയും ഇയാൾ എന്താണ് അലറി വിളിച്ചുകൊണ്ട് ഓടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താണ്, ഈ പെൺകുട്ടി ആരോടോ പ്രതികാരം തീർക്കാനെന്ന പോലെ സ്വന്തം ജീവിതത്തെ ഇവൾ പ്രോസ്റ്റിറ്റ്യൂട്ടാക്കി മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഹസ്ബൻഡിനോട് ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ നീതി പുലർത്തണമെന്ന് പറയുന്നവർ തിരിച്ചങ്ങനെ ആ നീതി കിട്ടുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ലളിതാംബിക അന്തർജനം ചോദിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോറി എഴുതിയതിൻ്റെ പേരിൽ തന്നെ ലളിതാംബിക അന്തർജനത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. ഇവിടെ സാവിത്രി തന്നെ പറയുന്നത് എന്താണ്, ഫാലൻ വുമൺ, വെറുക്കപ്പെട്ട വുമൺ എന്നാണ് ഇവൾ സ്വയം വിശേഷിപ്പിക്കുന്നതിനകത്ത് സാവിത്രി. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യം എന്താണ്, ഒരു ഹസ്ബൻഡിന് മാത്രം എന്താണ് മതിയോ നിർദ്ദേശങ്ങൾ വെക്കുക എന്നുള്ളത്, ഇവിടെ ഒരു പെൺകുട്ടിക്കും അതിനുള്ള അവകാശം ഇല്ലേ, പവിത്രത ഹസ്ബൻഡിനും ആവശ്യമില്ലേ എന്നുള്ള ചോദ്യമാണ്. അതുപോലെ തന്നെ ഒരുപാട് റിച്വൽസിനെ പറ്റി ഇതിനകത്ത് നമ്മുടെ ലളിതാംബിക അന്തർജനം പറയുന്നുണ്ട്. എന്താണ് സൊസൈറ്റിയുടെ ഡബിൾ സ്റ്റാൻഡേർഡ്സിനെയാണ് ചോദ്യം ചെയ്യുന്നത്, അല്ലേ? എന്താണ് പാട്രിയാർക്കൽ സൊസൈറ്റി അല്ലെങ്കിൽ മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയുടെ ഡബിൾ സ്റ്റാൻഡേർഡ്സ് ആണ് ഇവിടെ ലളിതാംബിക അന്തർജനം ചോദ്യം ചെയ്യുന്നത്. ഇതാണ് ഞാൻ വളരെ ചുരുക്കി എന്ന് പറഞ്ഞിരിക്കുകയാണ് എൻ്റെ കഥ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.